ആറന്മുളയിൽ മൂന്നാം മൂടത്തിനിറങ്ങിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ എതിരിടുന്നത് കോൺഗ്രസിന്റെ യുവശബ്ദം അബിൻ വർക്കിയും കേരളത്തിലെ BJPയുടെ തലതൊട്ടപ്പനെന്ന് വിശേഷണം ചാർത്താവുന്ന കുമ്മനം രാജശേഖരനുമാണ്. മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും രാഷ്ട്രീയത്തിലിറങ്ങി കുറഞ്ഞ കാലം കൊണ്ട് മന്ത്രിയും CPM സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവും വരിയായി ഉയർന്ന വീണയ്ക്ക് 2 ടേം എന്ന നയമോ മത്സരിക്കേണ്ടെന്ന കുടുംബത്തിന്റെ നിലപാടോ വിലങ്ങുതടിയായില്ല. CPM കോട്ടയം ഒന്നുമല്ലാത്ത ആറന്മുള 2016 കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുകയും 2021 വർദ്ധിത ഭൂരിപക്ഷത്തോടെ ഇത് നിലനിർത്തുകയും ചെയ്ത സിറ്റിംഗ് MLAക്ക് ഇത്തവണ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എന്ന പദവിയുണ്ട് മത്സരത്തിന് മാറ്റുകൂട്ടാൻ. സംസ്ഥാന സർക്കാർ പ്രധാന നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത് ആരോഗ്യ മേഖലയ്ക്കുണ്ടായ പുരോഗതിയും സർക്കാർ ആശുപത്രികളുടെ മുഖഛായയിലുണ്ടായ മാറ്റങ്ങളുമാണ്. ആറന്മുളയിലും ഇതേ പ്രചാരണം ആവർത്തിക്കുമ്പോൾ ആരോഗ്യരംഗം വെന്റിലേറ്ററിലെന്നതാണ് UDFന്റെ ആരോപണം. 10 വർഷമായി പ്രതിപക്ഷത്തായിരുന്ന UDFനെ പല വേദികളിലും പ്രതിരോധിച്ചു നിന്നിരുന്ന ശബ്ദമാണ് അബിൻ വർക്കി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ അബിൻ വർക്കി കോടിയാട്ടെന്ന കോലഞ്ചേരിക്കാരന്റെ കന്നി അംഗമാണിത്. സമരരംഗത്തും ചർച്ചകളിലുമായി നേതൃനിരയിലേക്ക് പൊടുന്നനെ ഉയർന്നു വന്ന അബിന്റെ സ്ഥാനാർത്ഥിത്വം UDF അണികളിലും ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. ദീർഘകാലം ഒരേ പ്രതിനിധിയെ കാണുന്ന മണ്ഡലങ്ങളിൽ സ്വാഭാവികമായും ഒരു മാറ്റത്തിനായുള്ള ആഗ്രഹം വോട്ടർമാർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. അബിൻ വർക്കി എന്ന യുവനേതാവ് ആറന്മുളയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി യുവാക്കളുടെയും പുതിയ വോട്ടർമാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിക്കും. അബിൻ വർക്കിയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് മണ്ഡലപരിധിയിലെ തദ്ദേശഭരണ സമിതികളുടെ രാഷ്ട്രീയ മാറ്റമാണ്. 2020 LDF ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ഭരണം പിടിച്ചിരുന്നെങ്കിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പുകളിൽ UDF തിരിച്ചുവരവ് നടത്തി. പത്തനംതിട്ട നഗരസഭയിലും പഞ്ചായത്തുകളിലും UDFന് ഇപ്പോഴുള്ള സ്വാധീനം വോട്ടായി മാറ്റാൻ അബിന് കഴിഞ്ഞാൽ അത് വീണ ജോർജിന് വലിയ വെല്ലുവിളിയാകും. വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ കുറച്ചു കാലമായി പല വിവാദങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രധാന ആശുപത്രികളിലെ സൗകര്യക്കുറവ്, വികസന പദ്ധതികളുടെ മെല്ലെ പോക്ക് തുടങ്ങിയവ UDF വലിയ പ്രചാരണ വിഷയമാകുന്നുണ്ട്. 10 വർഷം സിറ്റിംഗ് MLA ആയും മന്ത്രിയുമായി ഇരുന്നിട്ടും പരിഹരിക്കപ്പെടാത്ത പ്രാദേശിക പ്രശ്നങ്ങൾ അബിൻ വർക്കി ആയുധമാക്കുമ്പോൾ അത് ഭരണവിരുദ്ധ വോട്ടുകൾ UDF പെട്ടിയിൽ വീഴ്ത്താൻ സഹായിക്കും. ആറന്മുള തന്റെ പ്രവർത്തന മണ്ഡലമായിരുന്നെങ്കിലും ഇതാദ്യമായാണ് കുമ്മനം രാജശേഖരൻ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. വിമാനത്താവളം സമരത്തിലൂടെ ആറന്മുളയുടെ നേതൃനിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. മണ്ഡലത്തിൽ ആകമാനം മുഖവര ആവശ്യമില്ലാത്ത നേതാവാണ് കുമ്മനം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വോട്ടർമാരുള്ള മണ്ഡലമാണ് ആറന്മുള. വിസ്തൃതിയിലും പിന്നോക്കമല്ല. പഴയ പത്തനംതിട്ടയും ആറന്മുളയും സംയോജിപ്പിച്ച് 2008 മണ്ഡല പുനഃക്രമീകരണ ഘട്ടത്തിൽ നിലവിൽ വന്നതാണ് ഇപ്പോഴത്തെ ആറന്മുള മണ്ഡലം. 12 ഗ്രാമപഞ്ചായത്തുകളും പത്തനംതിട്ട നഗരസഭയും മണ്ഡല പരിധിയിലുണ്ട്. 2,14,575 വോട്ടർമാരാണ് നിലവിലുള്ളത്. 2021 2,28,468 വോട്ടർമാരുണ്ടായിരുന്നതിൽ 1,61,291 പേരാണ് പോളിംഗ് ബൂത്തിലെത്തിയത്. പത്തനംതിട്ട ആറന്മുള മണ്ഡലങ്ങളുടെ പഴയകാല ചരിത്രം പരിശോധിച്ചാലേ പുതിയ ആറന്മുളയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൃത്യമായി വിലയിരുത്താനാകൂ. എന്നാൽ മണ്ഡല പുനഃക്രമീകരണത്തോടെ മാറ്റങ്ങളും പ്രകടമാണ്. 2011 തെരഞ്ഞെടുപ്പിൽ UDFിലെ K ശിവദാസൻ നായരാണ് വിജയിച്ചത്. ആറന്മുള മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്നത് നിയമസഭയിൽ LDFന് തുണയ്ക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന് വലിയ മേൽക്കൈ നൽകുന്നു എന്നതാണ്. 2016 7,646 വോട്ടുകൾക്കും 2021 19,003 വോട്ടുകൾക്കും ശിവദാസൻ നായർ വീണ ജോർജിനോട് തോറ്റു. എന്നാൽ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം UDFനൊപ്പമാണ് നിന്നിട്ടുള്ളത്. 2009, 2014, 2019, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആറന്മുളയിൽ കോൺഗ്രസിലെ ആന്റോ ആന്റണിക്കായിരുന്നു ലീഡ്. 2019 വീണ ജോർജ് തന്നെയായിരുന്നു ആന്റോയുടെ എതിരാളി. എന്നാൽ നിയമസഭയിലേക്ക് UDF പിന്നിലാകുന്നതാണ് കണ്ടുവരുന്നത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലപരിധിയിലെ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് LDF ഭരണം. 2 BJP ഭരിക്കുന്നുണ്ട്. 2020 ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും പത്തനംതിട്ട നഗരസഭയിലും LDF ആണ് അധികാരത്തിലെത്തിയിരുന്നത്. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ അവരെ തളയ്ക്കുക എന്നതാണ് ഇത്തവണ UDFന്റെ ലക്ഷ്യം. പ്രതിപക്ഷ നേതൃനിരയോടക്കം നിരവധി പോർമുഖങ്ങളിൽ വീണ ജോർജിന് പോരടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകരുമായി ഉണ്ടായ സംഘർഷം അടക്കം വീണ ജോർജ് പ്രതിപക്ഷ പോരിന് കളമൊരുക്കിയ സംഭവങ്ങളാണ്. ആരോഗ്യമേഖലയിലെ തകർച്ച പ്രതിപക്ഷത്തിന്റെ പ്രധാന വിഷയമാകുമ്പോഴും മറുപടി പറയേണ്ടത് മന്ത്രി തന്നെയാണ്.
പ്രതിരോധത്തോടൊപ്പം ആറന്മുളയുടെ വികസനം കൂടി എടുത്തുകാട്ടിയാണ് വീണ ജോർജിന്റെ പ്രചാരണം. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം, ആശുപത്രികളുടെ വികസനം, കോഴഞ്ചേരി പാലം, പത്തനംതിട്ട അഭാൻ മേൽപ്പാലം, റോഡുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ മന്ത്രിയുടെ നേട്ട പട്ടികയിലുണ്ട്. ഇടയുന്ന അഭാൻ മേൽപ്പാലവും പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തിയ സംവിധാനങ്ങളും UDF പ്രചാരണ വിഷയമാക്കുകയാണ്. വികസനവും വിവാദവും ഒന്നിച്ചു ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമായി ആറന്മുള മാറിക്കഴിഞ്ഞു. ശബരിമലയുടെ നാട്ടിൽ സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് ഇരുമുന്നണികളെയും നേരിടാനാണ് NDAയുടെ ശ്രമം. മണ്ഡലത്തിൽ NDAയ്ക്ക് ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന വോട്ടുകൾ ഇത്തവണയും ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിശ്വാസം. കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യം BJP വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിക്കും. എന്നാൽ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ LDFിൽ നിന്ന് UDFിലേക്ക് മറിയാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പത്തനംതിട്ടയിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സഭാ തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനോടുള്ള അതൃപ്തി അബിൻ വർക്കിക്ക് അനുകൂലമായ വോട്ടായി മാറാൻ സാധ്യതയുണ്ട്. കൂടാതെ കുമ്മനം പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ട് ബാങ്കിലാണ് വിള്ളൽ ഉണ്ടാക്കുന്നത് എന്നതും വിജയത്തെ സ്വാധീനിക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.